എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഉസോപ്പ് അവനാണെങ്കിൽ ട്രെബോളിനെ അട്ടിച്ച് തെറിപ്പിച്ചിരിക്കുകയാണ്. ഉസോപ്പിന്റെ പവറും ഉശിരും വീര്യമൊക്കെ കാണുമ്പോൾ ഇപ്പൊ നമ്മുടെ ലിറ്റിൽ പീപ്പിളിന് അവരുടെ ജീവൻ തിരികെ കിട്ടും. ഉസോപ്പാണെങ്കിൽ ഫുൾ കലിപ്പില് അങ്ങനെ പല്ല് കടിച്ച് ആ കുഞ്ഞിപ്പെണ്ണ് ഷുഗറിനോട് പറയും, നിനക്ക് ജീവൻ വേണമെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം, അങ്ങനെയാണെങ്കിൽ നിനക്ക് സുഖമായിട്ട് ഒരു മരണം ലഭിക്കും. ഞങ്ങൾ കൊണ്ടുവന്ന ആ ഒരു ഫ്രൂട്ട് അത് നീ കഴിക്കണം എന്ന് പറയും. അതിന് ഷുഗർ ആണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇപ്പൊ ട്രെബോളിനെ നോക്കും. ഓ ട്രെബോൾ, നീ ഇത്രയ്ക്കും വീക്കായിരുന്നോ? അവന്റെ ഒറ്റ അടിയിൽ നീ തലകുത്തി വീണോ? അതിന് ട്രെബോൾ അവൻ വീണ്ടും അവന്റെ പഴയ രൂപത്തിലേക്കായി ഉസോപ്പിനെ നോക്കും. നീ ഞാൻ കരുതിയതുപോലെയല്ല, നിന്റെ ഉള്ളിലും കുറച്ച് പവറൊക്കെ ഉണ്ടല്ലേ. പക്ഷെ നീ ഓടി രക്ഷപ്പെടുകയായിരുന്നെങ്കിൽ നിനക്ക് നിന്റെ ജീവനെങ്കിലും ബാക്കി കിട്ടിയേനെ. പക്ഷെ നീ എന്റെ അടുത്ത് തന്നെ നിന്റെ പവർ ഉപയോഗിച്ചു. ഇനി ഒരു കാരണവശാലും നിനക്ക് നിന്റെ പവർ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ ഉസോപ്പിനെ ടെററായിട്ട് നോക്കും. അതേസമയം ഇവിടെ ഡോഫ്ലമിംഗോയ്ക്ക് അവനാണെങ്കിൽ ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. ഡോഫ്ലമിംഗോയെ പോലെ തന്നെ മറ്റൊരാളെ ഫസ്റ്റ് ഫ്ലോറിൽ കണ്ടുവന്ന്. ഡോഫ്ലമിംഗോ ആണെങ്കിൽ അത് കേട്ട് വണ്ടർ അടിക്കും, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഞാൻ ഇതുവരെ എവിടേക്കും പോയിട്ടില്ല. സോ എന്റെ വേഷത്തില് മറ്റാരോ ഈ മാൻഷനിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്, അതാരാണെന്ന് എത്രയും വേഗം കണ്ടുപിടിക്കണം. അതേസമയം ഇവിടെ വയലറ്റ് അവളാണെങ്കിൽ ഷോക്കാവും. റിങ്കു കിങ് അദ്ദേഹം എങ്ങനെ ഇവിടേക്ക് വന്നു? അദ്ദേഹം ആ ബാറ്റിൽ ഗ്രൗണ്ടിൽ ഫൈറ്റ് ചെയ്യുകയല്ലായിരുന്നു. അത് കേട്ട് നമ്മുടെ ടോയ് സോൾജിയർ അവനാണെങ്കിൽ ഒരു സെക്കൻഡ് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ യങ് ടോയ് സോൾജിയറിനെ റിങ്കു കിങ്ങിന്റെ സോൾജിയേഴ്സ് അറഞ്ചം പുറഞ്ച അടിക്കുകയാണ്. അത് കണ്ട കിങ് ആണെങ്കിൽ അവിടേക്ക് നേരിട്ട് വന്ന് അവരെ തടയും. ആ സോൾജിയേഴ്സ് ആണെങ്കിൽ കിങ്ങിനോട് പറയും, ഒരു കാരണവശാലും അവന്റെ അടുത്തേക്ക് പോകരുത്, അവൻ ഭയങ്കര ഡേഞ്ചർ ആണ്. പക്ഷെ കിങ് ആണെങ്കിൽ അതൊന്നും കേൾക്കാതെ അവന്റെ അടുത്തേക്ക് നടന്നെടുക്കുകയാണ്. അടുത്ത സെക്കൻഡ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്റ്റിക്ക് അതുപയോഗിച്ച് അവൻ കിങ്ങിനെ ആഞ്ഞടിക്കും. കിങ് ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ അവന്റെ മുൻപിലേക്ക് വന്ന് സാഷ്ടാംഗം തൊഴുതു നിൽക്കും. കിങ്ങിനെ അറ്റാക്ക് ചെയ്ത് കണ്ട സോൾജിയേഴ്സ് അവരാണെങ്കിൽ അവനെ ഫയർ ചെയ്യാൻ തയ്യാറാവും. പക്ഷെ കിങ് അവരെ വിലക്കുകയാണ്. കിങ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് അവന്റെ അടുത്തേക്ക് വരും. നീ എന്തായി ചെയ്യണേ? ഒരുപാട് പേരെ നീ അറ്റാക്ക് ചെയ്തു, നീ കാരണം 2 പേർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് എന്താ സംഭവിച്ചേ? അതിനവൻ പറയും, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവനെ കൊന്നു. എന്റെ ഫീലിങ്സ് അതാർക്കും മനസ്സിലാവില്ല, അതാരെയും ബോധ്യപ്പെടുത്താനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എന്റെ ഫ്രണ്ടിനെ, അവനെന്നെ നഷ്ടപ്പെടുത്തിയവരെ ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടില്ല. കിങ് ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ തോളിൽ തട്ടും. നിന്റെ പേര് കൈറോസ് നല്ലേ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി. നിന്റെ കൂട്ടുകാരനോടുള്ള സ്നേഹമാണ് നിന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. പക്ഷെ ഇങ്ങനെയുള്ള ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നശിപ്പിച്ചു കളയാനുള്ള ലൈഫല്ല നിന്റേത്. നിന്നെ ഞാൻ നല്ലൊരാളാക്കി മാറ്റും, നിനക്ക് ആവശ്യമായതെല്ലാം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ് കിങ്ങാണെങ്കിൽ ഒരുപാട് സ്നേഹത്തില് അവനെ അടുത്തേക്ക് വിളിപ്പിക്കുകയാണ്. 15 വയസ്സ് മാത്രമുള്ള കൈറോസിനെ ആദ്യമായിട്ട് പാലസിലേക്ക് ഫൈറ്റ് ചെയ്യാൻ കയറ്റിവിട്ടത് കിങ് ആണ്. ജനങ്ങളെല്ലാവരും ആകാംക്ഷയോടുകൂടെ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്നറിയാൻ വെയിറ്റ് ചെയ്ത് നിൽക്കും. പക്ഷെ ഇവിടെ കൈറോസിന് ആണെങ്കിൽ യാതൊരു കൂസലുമില്ല. അവന്റെ സ്ക്വാഡിന് മൂർച്ചയുണ്ടോന്ന് അറിയാനായിട്ട് അവന്റെ വാളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അവൻ സെക്കൻഡുകൾ കൊണ്ട് അവന്റെ ഓപ്പണന്റിനെ കൊന്നു തള്ളുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്തോറും ഓരോ തവണ ഫൈറ്റ് ചെയ്ത് കൈറോസ് ആണെങ്കിൽ ഓരോരുത്തരായിട്ട് വെട്ടി എറിയും. കൈറോസ് കിങ്ങിനോട് ചോദിക്കും, സത്യം പറയും, നീ എന്തിനാ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നേ? കിങ് ആണെങ്കിൽ അവനോട് നിനക്കൊരു ഗ്ലാഡിയേറ്റർ ആവാൻ ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കും. അതിനവനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് 4 മാസം നീണ്ട 4 മാസത്തിന് ശേഷം ഇപ്പൊ ജനങ്ങളെല്ലാവരും കൈറോസിന്റെ പേരൊക്കെ വിളിച്ചു പറഞ്ഞ് ആർപ്പ് വിളിക്കുകയാണ്. അങ്ങനെ അവൻ ഓരോ മാച്ചിലും വിജയിച്ച് ഇപ്പോ 100 മാച്ച് കംപ്ലീറ്റ് ചെയ്ത് അവൻ സ്വതന്ത്രനായിരിക്കുകയാണ്. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൈറോസിനെ ജനങ്ങൾക്കൊന്നും തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവൻ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ കിങ് ആണെങ്കിൽ അവന് വീണ്ടും വീണ്ടും സപ്പോർട്ട് കൊടുത്ത് ട്രെയിൻ ചെയ്യിപ്പിച്ച് ഇപ്പോ 1000 മത്സരങ്ങളിൽ വിജയിപ്പിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പൊ അവന്റെ ഉള്ളിൽ തന്നെ വലിയൊരു കുറ്റബോധം ഉണ്ടാവുകയാണ്. അവൻ കൊന്നു കളഞ്ഞ 2 പേരുടെയും കല്ലറയിലേക്ക് വന്ന് അവനങ്ങനെ പൊട്ടിക്കരയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കൈറോസ് അവനാണെങ്കിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആരോ ഒരാളുമായിട്ട് ഒരിഞ്ഞ ഫൈറ്റ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ റിക്കു കിങ് ആണ്. അവർ 2 പേരും പരസ്പരം നല്ല പവറിൽ വമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഇത് നമ്മുടെ കൈറോസിന്റെ 3000ാമത്തെ ഫൈറ്റാണ്. ഇത്തവണ അവനോട് ഏറ്റുമുട്ടുന്നത് അത് കിങ് ആണെന്ന് കൈറോസ് ഫൈറ്റിന്റെ ഒരു ഘട്ടത്തിലായിരിക്കും തിരിച്ചറിയുക. കിങ് അങ്ങനെ കൈ ചുരുട്ടി കൈറോസിന്റെ മുഖത്ത് ആഞ്ഞടിക്കും. ജനങ്ങളാണെങ്കിൽ അത് കണ്ട് വണ്ടർ അടിക്കുകയാണ്. കാരണം ഈ 3000 ഫൈറ്റിനിടയിൽ ആദ്യമായിട്ടാണ് കൈറോസിന് ഒരു പഞ്ച് കിട്ടുന്നത്. ആ ഒരു വലിയ പഞ്ചില് അവന്റെ ഹെൽമെറ്റ് അതങ്ങനെ തകർന്ന് താഴേക്ക് വീഴും. കൈറോസ് ആണെങ്കിൽ ഒന്നും നോക്കില്ല, കൈ ചുരുട്ടി ഒരൊറ്റ അടി. ആ ഒരു അടിയില് കിങ് അങ്ങനെ നിലത്ത് വീണ് ബാറ്റില് കിങ് തോറ്റു പോവാണ്. കൈറോസ്
കൈറോസ് ആണെങ്കിൽ കിങ്ങിനോട് ചോദിക്കും, കിങ് നിങ്ങൾ എന്തിനാ എന്നോടൊരു വാക്ക് പോലും പറയാതെ എന്റെ ഓപ്പണന്റ് ആയിട്ട് ഇവിടേക്ക് വന്നേ? അതിന് കിങ് പറയും, ഇത്രയും വർഷത്തിനിടയിൽ നിനക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ എന്നറിയാനാണ് ഞാൻ നീയുമായിട്ട് ഫൈറ്റ് ചെയ്തത്. നീ ഞാനാണെന്ന് മനസ്സിലാക്കിയ മുതൽ എന്നെ മാക്സിമം അറ്റാക്ക് ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. അവസാനത്തെ അറ്റാക്കിൽ പോലും നീ സ്ക്വാഡ് ഉപയോഗിക്കാതെ എന്നെ വലിയ രീതിയിൽ പരുക്ക് പറ്റിക്കാതെ അടിച്ച് താഴെയിട്ടു. അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നിന്നിലെ മാറ്റം അത് എത്രമാത്രം ഉണ്ടെന്ന്. നീ ഇനിയും ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും നീ ചെയ്യണമെന്ന് പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ നീണ്ട ഒരു വർഷത്തിന് ശേഷം നമ്മുടെ കൈറോസിനെ കാണിക്കുകയാണ്. കൈറോസിനെ തൊട്ട് പിന്നാലെ റിങ്കുവിന്റെ മുഴുവൻ സോൾജിയേഴ്സും ഇപ്പൊ അവരെ നയിക്കുന്നത് സാക്ഷാൽ കൈറോസ് ആണ്. ജനങ്ങൾക്ക് എല്ലാവർക്കും കൈറോസിനെയും സോൾജിയേഴ്സിനെയും ഒരുപാട് ഇഷ്ടമാണ്. അവര് ഇപ്പൊ കൈറോസിനെ നെഞ്ചോട് ചേർത്ത് വെച്ചു. പക്ഷെ കിങ്ങിന്റെ മൂത്ത മകളായ സ്കാർലറ്റ്, അവൾക്ക് മാത്രം കൈറോസിനെ തീരെ ഇഷ്ടമല്ലായിരുന്നു. അവൾ എപ്പോഴും ഒരാവശ്യമില്ലാതെ അവനെ ഇൻസൾട്ട് ചെയ്യും. വയലറ്റ് ഒരുപാട് ശ്രമിച്ച് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും അവളാണെങ്കിൽ അതൊന്നും കേൾക്കാതെ അവനെ വീണ്ടും വീണ്ടും ചീത്ത വിളിക്കുകയാണ്. വയലറ്റ് ആണെങ്കിൽ കൈറോസിന്റെ മൈൻഡൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. അത് അത്രയും ബാഡൊന്നും അല്ലാന്ന് അവൾ തിരിച്ചറിയും. അവൾക്കാണെങ്കിൽ അവനോട് ഒരു അല്പം സ്നേഹവും ദയയൊക്കെ തോന്നുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ദിവസങ്ങൾക്ക് ശേഷം വലിയൊരു പൈററ്റ് ടീം അവര് സ്കാർലെറ്റിനെ തട്ടിക്കൊണ്ട് പോവാണ്. അവളും അവളുടെ കൂടെ ഉണ്ടായിരുന്ന സോൾജിയേഴ്സും ഒരുപാട് ശ്രമിച്ചിട്ടും അവരോട് ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ കഴിയില്ല. അവര് കപ്പലിലേക്ക് അവളെ പിടിച്ചു വലിച്ചു കയറ്റി ദൂരേക്ക് കൊണ്ടുപോവാണ്. അവരെല്ലാവരും ചേർന്ന് അവളെ ഒരുപാട് ഉപദ്രവിച്ച് ഇപ്പൊ ദേഷ്യപ്പെട്ട് പറയും, നീ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പ്രിൻസസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പണം നിന്റെ പപ്പയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയെടുക്കും. എന്നിട്ട് നിന്നെ ഞങ്ങൾ തിരികെ കൊടുക്കാതെ മറ്റാർക്കെങ്കിലും വിൽക്കും. നീ ഒരു പ്രിൻസസ് ആയതുകൊണ്ട് തന്നെ വീണ്ടും നിന്നെ ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പണം ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ് അവളെ നോക്കി കളിയാക്കും. അടുത്ത നിമിഷം നമ്മുടെ കൈറോസ് അവനിപ്പോ കപ്പലിലേക്ക് ചാടി വീഴാണ്. കൈറോസ് ആ വില്ലന്മാരെല്ലാം പിടിച്ചു വലിച്ച് അങ്ങനെ തല്ലി തല്ലി കൊല്ലും. അതിനുശേഷം പ്രിൻസസിനെ സേഫ് ആക്കുകയാണ്. പ്രിൻസസ് ആണെങ്കിൽ ഒരുപാട് ടയർഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ തളർന്നു വീഴും. കൈറോസ് അവളെ രണ്ട് കൈകൊണ്ട് താങ്ങിയെടുക്കും. അതിനവളാണെങ്കിൽ പൊട്ടിക്കരയാണ്. അതിനുശേഷം കൈറോസിനെ ഹഗ് ചെയ്യും. ഐ എം റിയലി സോറി, ഞാൻ നിന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു, കുറ്റപ്പെടുത്തി. നിന്നിലെ നന്മ അത് കാണാൻ മാത്രം എനിക്ക് കഴിഞ്ഞില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ദിവസം പോകെ ഇപ്പോ സ്കാർലെറ്റിന് നമ്മുടെ ചെക്കനെ ഒരുപാട് ഇഷ്ടാവും. അവൻ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവളാണെങ്കിൽ അവനെ ഇംപ്രസ് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെടും. ഇത് മനസ്സിലാക്കിയ കിങ് അവൻ അടുത്തേക്ക് വിളിച്ച് ആ കാര്യം അവനോട് ഓപ്പണായിട്ട് പറയാണ്. പ്രിൻസസിനും എനിക്കും എൻ്റെ രണ്ടാമത്തെ മകൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. സോ നീ എൻ്റെ മൂത്ത മകൾ സ്കാർലെറ്റിനെ അവളെ വിവാഹം ചെയ്യണം. അത് കേട്ട് അവനാണെങ്കിൽ ഒരു സെക്കൻഡ് ഷോക്കാവും. ലോർഡ്, നിങ്ങൾ എന്തായി പറയണേ? എന്നെപ്പോലെ ഒരുത്തൻ സ്കാർലെറ്റിനെ വിവാഹം ചെയ്യാനോ? ഒരു കാരണവശാലും അങ്ങനെ ഒന്നും ചിന്തിക്കാനായിട്ട് പാടില്ല. എനിക്കതിന് യാതൊരു യോഗ്യതയും ഇല്ല. പക്ഷെ കിങ് ആണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറപ്പിക്കും. അടുത്ത ദിവസം തന്നെ അവൾ മരണപ്പെട്ടതായിട്ട് പറഞ്ഞ് കൈറോസിന്റെ കയ്യിൽ സ്കാർലെറ്റിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവർ രണ്ടുപേരും രാജ്യം വിട്ട് ഒരുപാട് ദൂരത്തേക്ക് വന്ന് അവിടെ സെറ്റിലായി റബേക്കയ്ക്ക് ജന്മം കൊടുത്തു. കിങ്ങും ക്വീനും ഒക്കെ മുഖത്ത് മാസ്ക് ഒക്കെ ഇട്ടിട്ടായിരിക്കും റബേക്കയെ കാണാൻ അവിടേക്ക് വരിക. അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ഹാപ്പി ആയിട്ട് മുൻപോട്ട് പോവാണ്. കട്ട് ചെയ്ത അങ്ങനെ ഒരു ദിവസം ടെസ്റോസ് ഐലാൻഡ് അതങ്ങനെ കത്തി എരികയാണ്. അത് കണ്ട് കൈറോസ് അവനങ്ങനെ ഷോക്കായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.